മീൻകറി ഉണ്ട്, എരിശ്ശേരി വെച്ചിട്ടുണ്ട്, അവിയലുണ്ട്, മീൻ വാങ്ങിച്ചപ്പോ കറി വെച്ചിട്ടുണ്ട്, വറുത്തുണ്ട്. എന്താ പ്രത്യേകതയൊന്നുമില്ല. നിന്റെ ചേച്ചി വന്നിട്ട് ഞാനിവിടെ ജോലിക്ക് പോയി വരുമ്പോ എനിക്കും കിട്ടാ മത്തി, കപ്പ, കാച്ചല്, ചേമ്പ്. മൂത്ത മോള് വന്നപ്പോ എന്താ ചിക്കൻ, മീൻ, മോരുകറി. എന്റെ മോള് വല്ലപ്പോഴും ഒരിക്കലല്ലേ വരാ. അപ്പൊ ഞാൻ വേണ്ട വെച്ചുണ്ടാക്കി കൊടുക്കാൻ. നീ കല്യാണം കഴിച്ച് പോയി വന്നാലും ഞാൻ ഇങ്ങനെ തന്നെയാ. ഇപ്പൊ നീ എന്നും എന്റെ കൂടെ ഇല്ലേ? ഞാൻ കുറച്ചേരം കിടക്കാൻ പോവാ. ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് എന്നെ ശല്യപ്പെടുത്താൻ കേട്ടോ. ഭയങ്കര ക്ഷീണം. നീ കിടക്കാൻ പോണതിന് മുന്നേ ചേച്ചീനെ ഒന്ന് പോയി കാണടി. അവിടെ വന്നിട്ട് നീ ഒന്നും ചെന്നില്ല എന്ന് പറയുമ്പോൾ വിഷമാവില്ലേ? ശരിയല്ലേ? ആ പോയി കാണാൻ എവിടെയാ? ആ മൊബൈലും കണ്ട് കിടക്കാമോ? എപ്പ വന്നു? മൊബൈലും കണ്ട് കിടന്നോന്നല്ലേടി. അവിടെ ഇങ്ങനെയൊന്നും മൊബൈല് നോക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇവിടെ വന്നപ്പോ ഇങ്ങനെ വെറുതെ കിടന്നു. ഭയങ്കര നടുവേനയാടി. അവിടെ നമ്മുടെ വീട്ടില് കിടക്കണ പോലെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ഞാൻ ഇങ്ങനെ വന്നപ്പോ അങ്ങനെ കിടന്നു മാത്രം. ചേട്ടായി വന്നിട്ടില്ലേ? ചേട്ടായി വന്നായിരുന്നു. ഞങ്ങളെ കൊണ്ടാക്കിട്ട് പോയി. ഇവിടെ വന്നിരിക്കണേ. നിനക്ക് അവിടെ ഉറക്കൊന്നുമില്ലേ? ഇവിടെ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചേ. ഉറക്കൊന്നും ഇല്ലാണ്ടല്ലേടി. നമ്മുടെ വീട്ടിലിങ്ങനെ മൊബൈല് നോക്കി ഇങ്ങനെ കിടക്കുന്ന പോലെ അവിടെ പറ്റില്ലടി. അവിടെ മിറ്റെങ്ങാനും ഉറങ്ങാൻ കിടന്നാ അവരെന്ത് വിചാരിക്കും? അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് നമുക്ക് ഇങ്ങനെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ലടി. നമ്മുടെ വീട്ടിൽ ഒരു 5 മിനിറ്റ് കിടന്നു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമായിട്ട്, ഒരു 5 മിനിറ്റ് കിടന്നാൽ മതി, അത് സമാധാനമായിട്ട് ഉറങ്ങാലോ. അവിടെ അങ്ങനെയൊന്നും പറ്റില്ലേ. നമ്മുടെ വീട്ടില് അമ്മയാണ് ആകെ എന്തെങ്കിലും പറയാ. അമ്മ പറഞ്ഞാൽ ഇതിലായി കേട്ട് ഇതിലേക്ക് നമ്മൾ കളയാം. അത് കാര്യമായിട്ട് എടുക്കില്ല. പക്ഷെ അവിടെ അങ്ങനെയല്ലടി. അവിടെ അമ്മായിമ്മയാണ്, ഹസ്ബൻഡാന്നൊക്കെ പറഞ്ഞാൽ അവര് പറയുമ്പോ നമുക്ക് ഭയങ്കര വിഷമാണ്. അത് നിനക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. നിന്റെ കല്യാണം കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും. എന്തിനാണ് മറ്റുള്ളവരെയൊക്കെ നോക്കണേ? നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. മറ്റുള്ളവരെ നോക്കി വന്നാൽ ജീവിതം നശിച്ചു പോകണം. നിന്റെ വിഷമം ഇതുവരെ മാറിയില്ലേ? വിഷമൊന്നുമില്ല. ഇനി എന്നാ വരാ? വിരുന്നൊക്കെ കഴിഞ്ഞോ? ഇനി എന്നാ വരാന്ന് ചോദിച്ചാ കുറച്ച് പേരും കൂടി വിരുന്നിനെ വിളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം വരണം. ചേച്ചി പറഞ്ഞതിന്റെ കാര്യം എനിക്ക് ഇപ്പോഴാ മനസ്സിലായേ. എന്ത്? ഞാനെന്താ പറഞ്ഞേ? കല്യാണം കഴിഞ്ഞ ഒരാഴ്ചയായി പിടിക്കാൻ മനസ്സിലായി. അവിടെ എനിക്ക് ഇവിടുത്തെ പോലെ കിടക്കാനും ഒന്നും പറ്റണില്ല. അവരൊന്നും പറഞ്ഞിട്ടല്ല. ഇടയ്ക്ക് വന്ന് വരെ നോട്ടം നോക്കി പോവും അമ്മയൊക്കെ. അതൊക്കെ പോട്ടെ. അതൊക്കെ പതിയെ പതിയെ ശരിയാവും. ചേച്ചിയുടെ അനിയത്തിന് വിശേഷം പറഞ്ഞ ഇതുവരെ കഴിഞ്ഞില്ലേ? ഞങ്ങള് വെറുതെ വിശേഷം പറഞ്ഞിരുന്നതല്ലേ. നീ രണ്ടുപേരും എന്നാ വരാ? ഞാൻ അടുത്ത മാസം പൂജത്തിന് മുടക്കം അടുത്ത മാസല്ലേ, അതിന് വരാം. അപ്പൊ ഒരു 3-4 ദിവസം നിന്നിട്ട് പോവാം. ചേച്ചി അടുത്ത മാസം വരണമെങ്കിൽ ഞാനും അടുത്ത മാസം വരാം. വരുമ്പോ പറഞ്ഞിട്ട് വേണം വരാൻ. ഞങ്ങള് മലേഷ്യക്ക് ഒരു ടൂർ പോയിരിക്കുക. ഓ, മക്കളെയൊക്കെ കല്യാണം കഴിച്ചു വിട്ടപ്പോ അച്ഛനമ്മയും കൂടി ടൂർ നടക്കാല്ലേ. ഇത്രയും കാലം നിങ്ങളെയൊക്കെ നോക്കി നിന്നില്ലേ? ഇനി ഞങ്ങൾ അച്ഛനമ്മയും കൂടി ഒന്ന് പോയിട്ട് വരട്ടെ. മലേഷ്യയൊക്കെ ഒന്ന് കണ്ടു വരട്ടെ. ദേ നിന്നെ പോവാനായിട്ട് വിളിക്കുന്നുണ്ട് അവിടെ. എന്നാ പോവാ. ഇറങ്ങാൻ നോക്ക്. എന്നാ ശരി. എടി നീ എവിടെയാണ്? അങ്ങോട്ട് വാ, പിള്ളേര് പോണ്.